കൊടുക്കണം 4. ഞാൻ എല്ലാം നല്ല സെറ്റ് ആയിട്ട് ചെയ്ത് വന്നിട്ട് നീ എല്ലാം ഇപ്പൊ കൊളാക്കിയില്ല കൊണ്ടുവന്നു. ഹലോ, അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ഒരു ബർത്ത്ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുടെ അല്ല, എൻ്റെ ചേട്ടയുടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയ സർപ്രൈസും ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ആൾക്ക് എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ കറക്റ്റായിട്ട് ഏതാണെന്നൊന്നും അറിയില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആൾ അതിൽ കൂടുതൽ എക്സൈറ്റഡ് ആണ് എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു, 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. ഞങ്ങളൊരു 12 മണിക്കാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ചേട്ടൻ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിനു മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അനിയൻ്റെ 2 ഫ്രണ്ട്സും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ, ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അടിച്ചു വരാനൊക്കെ പോവാം, അടിച്ചൊക്കെ വാരി ഇടണം. കാരണം സമയം വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇനി അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്യണം. അതായത് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ലഗേജ് അവിടെ നിന്നാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതൊക്കെ മേടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം ചേട്ടൻ വരുമ്പോൾ ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം. ഇന്നിവിടെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കട്ടിലിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ കട്ടിൽ നമുക്ക് ദിങ്ങിനെ ആക്കണം. അപ്പോൾ ദിങ്ങിനെ ആക്കാൻ പറ്റുള്ള ദിങ്ങിനെ നിൽക്കുന്ന ബാഹുബലി ഇവിടെ എത്തിയിട്ടുണ്ട്. ബാഹുബലിയുടെ കൂട്ടുകാരെന്നെ ചതിച്ചു ഗായ്സ്, വരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ബാഹുബലിനെ പിടിച്ചിട്ട് ഈ സാധനത്തിനെ ഇങ്ങനെ തിരിച്ചിടണം. എന്നാലും നമുക്കൊരു ടേബിൾ ഇട്ടെല്ലാം അറേഞ്ച് ചെയ്യണം. ഈ ഒരു സാധനമാണ്, ഈ ഒരു കട്ടനാണ് മെയിൻ നമ്മുടെ ഫോക്കസ്. അപ്പോൾ എല്ലാം സെറ്റാക്കണം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ തടിമുടുക്കുള്ള ആമ്പിള്ളേർ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരിഞ്ഞ് ഇങ്ങനെ തന്നെ കട്ടിലെടുത്ത് എല്ലാവരും ചിരിക്കുകയാണ് ഗൈസ്. സെറ്റ് സെറ്റ് ചേർത്തിട്ടോടാ, ആ സൈഡിലേക്ക് ചേർത്തോ. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാം സെറ്റാക്കിയിരിക്കുന്നു. ഇതാണ് ഫുൾ വ്യൂ. ഇവിടെയൊക്കെ കുറേ റോസ് പെറ്റൽസും ക്യാൻഡിൽസും. ഇപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് വെച്ചത്. നമ്മളിങ്ങനെ നടന്ന് ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ആയിരിക്കും നിൽക്കണം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നിറച്ചും ക്യാൻഡിൽസും കുറേ ഹേർട്ട് ഷേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഹേർട്ട് ഷേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് കേട്ടോ. ഇതിൻ്റെ അത് നമ്മളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ ബലൂൺ, പക്ഷെ അതൊക്കെ പൊട്ടി പോന്നു. അങ്ങനെ ഫൈനലി ശരിക്കും ടയർഡായി. അപ്പോൾ ഇനി നമുക്ക് ഫൈനലി ചേട്ടൻ വരുമ്പോൾ ചേട്ടയുടെ റിയാക്ഷൻ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക്. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു. കാരണം ഞാൻ ഒരു ബോക്സിൽ ഞാൻ വേറൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഈ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാനിത് ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതെൻ്റെ അനിയൻ്റെ റൂമാണ്. അവൻ്റെ റൂമിൽ ഇവിടെ ഒരു ഡ്രോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് വെക്കണത്. ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. അവൻ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ ഈ റൂമിലേക്ക് എന്തായാലും ചേട്ടായി വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനം അപ്പോൾ സേഫായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കിത് പൂട്ടി വയ്ക്കാം. അപ്പോൾ എത്ര ഉള്ളൂ സംഭവം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചേട്ടായി വന്നു കഴിയുമ്പോൾ
അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് എത്തി ഗൈസ്. ഫുൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും എത്തി ഗൈസ്. ഓടിയത് 12 o'clock midnight. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ബോയ് ഉറങ്ങിപ്പോയി ഗൈസ്. ഇവിടെ ഒരു മിനിറ്റ് എന്നെ കിട്ടുന്നില്ല കൂട്ടാ. Happy birthday to you. Happy birthday to you. Happy birthday dear Cheta. Happy birthday to you. അപ്പോൾ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ ഉണ്ട്. വലിയ മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും മാറിയില്ലെങ്കിലും അതുകൊണ്ട് വലിയ എക്സ്പ്രഷൻ ഒന്നും മാറിയിട്ടില്ല. ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു ഗായ്സ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. കേക്ക് ഇതാണ് കേക്കിൻ്റെ അവസ്ഥ. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇത് മുടി കട്ടിയാൽ പിന്നെ അത് വേറൊരു സംഭവം. ഇനി നെക്സ്റ്റ് വാക്സ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ ക്ലീൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് സമ്മാനദാന ചടങ്ങാണ്. ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം. ഇതെന്താന്ന് പറയാൻ പറ്റുമോ? നോക്ക്, ഷർട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തുറന്നു നോക്കും പറയാൻ. തൊടാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ തൊട്ടോ. Yes, bedsheet, correct answer. Option A, bedsheet. Option B, pillow cover. Option C, pants. Option അടുത്ത ഷർട്ട്. രണ്ട് ഷർട്ട് എടുക്കും. അപ്പൊ രണ്ട് ഷർട്ട് കിട്ടി. പക്ഷേ ഇനി ഒരു സാധനമുണ്ട്. ഒരു സാധനമാണ്.
അപ്പോൾ ഈ പരിപാടി വളരെ വിജയകരമാക്കിയ എല്ലാവർക്കും സഹൃദയ നാട്ടുകാർക്കും എല്ലാവർക്കും വണക്കം. ഇനി നമുക്ക് വേറൊരു സംഭവമുണ്ട്, അത് നമുക്ക് സെറ്റാക്കാം. ഇവിടെ നിന്നോട്ടോ, ഞാൻ പോരാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ബോക്സിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് പോണേ. അപ്പോൾ ആൾക്ക് ഇത് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയാം, 2 ഷർട്ട് മാത്രമല്ല എന്തായാലും അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്തിട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ മോസ്റ്റ് എക്സൈറ്റഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ കുറേ ചേട്ടനെ ഞാൻ കുറേ വട്ടുപിടിപ്പിച്ച ഗിഫ്റ്റാണ് ആക്ച്വലി ഇത്. പോയി ഇതിന്റെ മേളിലായി. ഓക്കെ ഗൈസ്, ഇതാണോ മറ്റേ കൈവിട പറ്റില്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് ഫോട്ടോസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയത് ഗൈസ്. പക്ഷെ ചീറ്റിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി. സൈലൻസിന്റെ എക്സ്പെരിമെന്റ് പൊട്ടി പാളിസായിപ്പോയി. ആ ഗൈസ്, ഇതിങ്ങനെ നടന്നില്ല. അടുത്ത ആള് വേറൊരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അടുത്തത് ഇതിന്റെ അകത്ത് എന്താ, ഇവിടെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് മോനെ. ഇത് നോക്കി കണ്ടോ കേട്ടോ, നിറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എക്സൈറ്റഡ് ആയിട്ട് തോക്കാണ് ഗൈസ്. ഗിഫ്റ്റ് കിട്ടി, എനിക്ക് കിട്ടി. ഇത് വേറൊന്നുമല്ല, ഇതൊരു പ്രതികാരത്തിന്റെ കല്ലാണ്. ഇത് വെറും പ്രതികാരത്തിന്റെ പേരുള്ള കഥയാണ്. നമ്മളോട് കൊല്ലത്ത് കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന പറയാ, പാവം ചേട്ടായിക്ക് അതിനെ കൊല്ലത്ത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. വേറെ വയ്പ്പിച്ചു വെച്ചു, വേറെ നീ വയ്പ്പിച്ചു വെച്ചു. കഴിഞ്ഞില്ല ഗൈസ്. എന്താണെങ്കിലും അല്ല, ഇത്രയൊക്കെ പറ്റിച്ച ആൾക്ക് എന്തെങ്കിലും കൊടുക്കണോ നിങ്ങൾ പറ. എല്ലാരും ഭൂരിഭാഗം എടുക്കാം, മജോറിറ്റി. ഒരു കൊടുക്കണ്ട, നീ കൊടുത്തേക്ക്. 1 കൊടുക്കണം, 2 കൊടുക്കണം, 4. അടുത്ത ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ പറയില്ലായിരുന്നു, ഞാൻ മുമ്പ് ഇവിടെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മെയിൻ ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടായിക്ക് അത്ര
വലിയ ഇതൊന്നും ആയിട്ടില്ല, കാരണം 2 ഷർട്ട് മാത്രമേ കൊടുത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതാണെങ്കിലും ചേട്ടാ ശരിക്കും സന്തോഷം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. എന്തായിരിക്കും ചേട്ടാ കാണിക്കാൻ പോയത്, അല്ലെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാൻ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി അല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് നോക്കാം, നമുക്ക് ഒരുമിച്ച് എടുക്കാം. തുറക്കാനും പറ്റണില്ല കറക്റ്റ് സമയത്ത്. ഇത് അടയ്ക്കാം. സത്യം പറഞ്ഞോ? കഷ്ടമുണ്ട് കേട്ടോ ഫുഡ് എങ്ങനെയൊക്കെ ചെയ്യണത്. നീ തന്നെ ഇതിന്റെ പുറകെ എനിക്ക് നല്ലതായിട്ട് അറിയാം. ശരിക്കും കഷ്ടമുണ്ട്. ഞാനിത് ഒരു പരിപാടിക്ക് ഇല്ലാതായി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. ശരിയായില്ലേ? ഞാൻ വ്ലോഗ് നിർത്തി. ഞാൻ വ്ലോഗ് ചെയ്യണമല്ലേ? എല്ലാ വ്ലോഗും നീ കൊളാക്കിയില്ലേ? ഞാൻ എല്ലാം നല്ല സെറ്റായിട്ട് ചെയ്ത് വന്നിട്ട് നീ എല്ലാം കൊളാക്കിയില്ലേ കൊണ്ടുവന്നത്? എന്ത് കാര്യമായിട്ട് എല്ലാം ചെയ്തോണ്ടുവന്നതാ? എനിക്ക് ഒരു സാധനം വേണ്ട. അപ്പോ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തേക്കാം. തഗ് ആണ് നമ്മുടെ ഡാനി. ഇപ്പോൾ മനസ്സിലായി, പക്ഷെ അഭിനയമാണ്. ഇതിലും വലിയതായിട്ട് ഒരാളെ അഭിനയിച്ചായിരുന്നു. ഒന്നും ഉണ്ടാവില്ല, അതാണ് ഇതാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട്. അന്ന് ഓക്കെ, എന്റെ ചെവി പറ എന്താണ് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കണ വാച്ചാണ്. എല്ലാവരും കൂടി കളിയാണല്ല, വാച്ചാവണേ മണ്ട. എന്നെ വിശ്വാസമില്ല കാര്യം. ഇത് വാച്ചാണെങ്കിൽ ഇത് വാച്ചല്ല എനിക്ക് എന്ത് തരും? എനിക്ക് എന്ത് തരും? വാച്ചല്ലെങ്കിൽ എന്താ പറയണ്ടേ? ഇപ്പൊ ശരിക്കും വാച്ച ഇപ്പൊ ഇത് വാച്ചാണെങ്കിൽ എനിക്ക് എന്ത് തരും? അയ്യേ അതൊക്കെ എല്ലാം എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പൊ ബോറടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആക്രമിക്കണ ഇത്രയും മേടിച്ചു കൊടുത്തിട്ട് എന്നെ ആക്രമിക്കണ കാര്യം. ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞതാ. എപ്പോ പറഞ്ഞു ഇത് വാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ സന്തോഷായോ? ഓക്കെ ഓക്കെ. ഫാമിലിയുടെ മുമ്പിലെ ചൂടിന് ഉമ്മ സുഖമായി. ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അൺബോക്സ് ചെയ്യാണ്. എന്തായാലും പ്രതീക്ഷയില്ല. സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ ആയിപ്പോയി. മനസ്സിലായിരുന്നോ വാച്ചാന്ന്? അതാണ്.
ഒരു വച്ചോടെ കേറിയിരിക്കുന്നു. നിങ്ങളിത് കാണുക. ഓണാവുന്നില്ല. ഐഫോൺ വരെ സോറി iWatch വരെ എന്നെ പറ്റിച്ചു. ഇത് എങ്ങനെയാണ് ഓണാക്കണെന്ന് ഇവിടെ ആർക്കും സോറി ഗൈസ്, നമ്മൾ ഞെക്കിയത് പവർ ബട്ടണല്ല ഗൈസ്, ക്രൗണിലാണ് ഗൈസ് നമ്മൾ ഞെക്കിക്കൊണ്ടിരുന്നത്. ഗൈസ് സ്വിച്ച് മരിപ്പി ഗൈസ്. ഗൈസ് കൈ കെട്ടിക്കോളൂ ഗൈസ്. കല്യാണം കഴിക്കാൻ താലിയൊന്നുമല്ലത്. A few moments later. അങ്ങനെ ബർത്ത്ഡേ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 2 മണിയാവാറായി. അപ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ ചെയ്യാണ്. കുമാരിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് ഫോട്ടോ അയച്ചപ്പോ ഫുൾ പൊങ്ങിയില്ലേ? അയ്യോടാ ഫോട്ടോ അയക്കായിരുന്നു. ഫോട്ടോ അയച്ചപ്പോ ഫുൾ പൊങ്ങി ഗൈസ്. അങ്ങനെ എല്ലാ രീതിയിലും പാളിപ്പോയി ഒരു ബർത്ത്ഡേ ആണ് ഗൈസ്. ഇപ്പൊ എന്റെ സൗണ്ട് ഫോൺ ഞാൻ അങ്ങനെ ചെയ്യണേ. അങ്ങനെ എന്തോ മഹിക്ക് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ പൊത്തിക്ക് വല്ല പൊട്ടി തെറിക്കോ? അവസാനമായി ഞാൻ മഹിനൊന്നും കണ്ടോട്ടെ. എന്താ പറയണ്ടേ, എന്റെ ഇപ്പോഴത്തെ വോയിസ് കഴിക്കാച്ചത്. ഇതാണ് ഇപ്പൊ ഇവന്റെ ഇപ്പത്തെ വോയിസ്. ഹായ്, ഇനി ട്രൈ ചെയ്യട്ടെ. ഇതിൽ പാട്ട് പറഞ്ഞോട്ടോ, ഞാൻ പാടാം. അതുണ്ട് വേറെ എന്ത് പാട്ട് പറഞ്ഞു? എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞു. ആലങ്ങാട്ട ചെങ്ങച്ചാരുടെ ചെറുമകൾ. എന്റെ പൊന്നു ലൈറ്റ് പാട്ട് പാട്. നിനക്ക് അറിയണ ഏതൊരു പാട്ട് പാട്. ഏത് പാട്ട് എനിക്ക് അറിയണേ? ഒരു പാട്ട് പോലും അറിയില്ല ഗൈസ്. ജസ്റ്റ് സംസാരിക്കാം. വേണ്ട നീ പാട്ട് പാട്. ഒരു പാട്ട് ബാക്കി ഇവന് നിനക്ക് പരീക്ഷിക്കാനാണോ? ഓക്കെ എന്നാ പാട്ട് പറ. ആലോചിക്കട്ടെ. ചെമ്പനി പൂവേ. ഓക്കെ ഓക്കെ. ദൈവമേ, ഇവനെന്തെങ്കിലും പറ്റിയാൽ ഇവന്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്. സൗണ്ട് ശരിക്കും പ്രശ്നട്ടോ, ഇവന്റെ കണ്ണൊക്കെ നിറഞ്ഞു. വലിച്ചു പിടിച്ചതാ. അല്ല, ഞാൻ ഈ സൗണ്ട് കേൾപ്പിച്ചു. അതായിട്ട് അവൻ ട്രൈ ചെയ്താ. എനിക്കറിയാൻ പാടാ, അവൻ കാണിച്ച്. ഹലോ ഹലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.